Hello viewers and welcome to a very special episode of Star Jam. This is your favorite celebrity chat show with your favorite host Rohini Dukula. In the Apollo personality it is completely my honor in fact to have this person right opposite to me. He is a fantastic music composer, a national and Kerala State Award winner and he has composed some spectacular songs. It is once again my pleasure to introduce to you Mr. Bijibal. Thanks. Hi. Bijibal, you grew up in a family ഒരുപാട് മ്യൂസിക്കിനോട് താല്പര്യമുള്ളവരും അതേപോലെ തന്നെ പാട്ട് പാടാൻ കഴിവുള്ള ഒരു ഫാമിലിയിലേക്കാണ് ജനിച്ചത് അല്ലേ? അപ്പോൾ അവിടെ നിന്നായിരിക്കുമല്ലോ ഒരു മ്യൂസിക്കലി ഇൻഫ്ലുവൻസ് എന്ന് പറയാനായിട്ട്. ആരായിരുന്നു അച്ഛൻ, അമ്മ? അച്ഛനും അമ്മയും സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു നല്ല പാട്ടുകാരായിരുന്നു. അച്ഛനും ഒക്കെ അവർക്കൊക്കെ അച്ഛനൊക്കെ കുറേ മ്യൂസിക് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തുള്ള ശീലമൊക്കെ ഉണ്ട്. ഒരു ടു മച്ച് പ്രൊഫഷണൽ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയുടെ അച്ഛനും ഒക്കെ ക്ലാസിക്കലി പഠിച്ചിട്ടുള്ളവരാണ്. ഐ നോ യു ഡു ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആൻഡ് മ്യൂസിക് രണ്ടും ചെയ്യാറുണ്ട്. ഇതിൽ രണ്ടും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഏതാണ്? രണ്ടും രണ്ട് രീതിയിലാണ് എൻജോയ് ചെയ്യുന്നത്. കാരണം സോങ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇമോഷണൽ ബാഗേജ് നമ്മൾ അധികം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. കാരണം പാട്ടുകളിൽ എപ്പോഴും പാട്ടുകളാണ്. അതിനകത്ത് ഒരുപക്ഷെ സിനിമയിലെ സബ്ജക്റ്റുമായിട്ട് റിലേഷൻ ഉണ്ടാകാം, എന്നാൽ പോലും അത് ആഫ്റ്റർ ഓൾ ഒരു സോങ് ആണല്ലോ. അതിൻ്റെ ആയിട്ടുള്ള എല്ലാ സ്വീറ്റ്നെസ്സും നമ്മൾ അനുഭവിക്കും. ഈവൻ ഒരു സാഡ് സോങ് ആണെങ്കിൽ പോലും അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ചെയ്യുക. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് സിനിമ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ആ സിനിമ ഒരു നല്ല സിനിമയാണ്, ഒരു ഇമ്പാക്റ്റുള്ള സിനിമയൊക്കെ ആണെങ്കിൽ അതിലൂടെ നമ്മൾ ഒരുപാട് ഇമോഷൻ ഷെയർ ചെയ്യും. ഒരുപക്ഷെ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കൺസീവ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപക്ഷെ ജോയ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സാഡ്നെസ് ആയിരിക്കും. എന്താണെങ്കിലും അത് കുറച്ചത് നമ്മൾ ക്യാരി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എല്ലാം എൻജോയ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നൊരു കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായിരിക്കും. അങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയ്ക്കാണ്? അങ്ങനത്തെ ഒരു ഇത് ആദ്യത്തെ സിനിമ തന്നെ അങ്ങനത്തെ ഒരു ഇമോഷണൽ സാധനം, അറബിക്കഥ, അങ്ങനെ ഒരു സിനിമയായിരുന്നു. പിന്നെ പാലേരി മാണിക്യം, പിന്നെ ഞാൻ അവാർഡ് കിട്ടിയ കളിയച്ഛൻ, അതുപോലെ ഒഴിമുറി, ഇങ്ങനെയുള്ള സിനിമകൾ, ആർട്ടിസ്റ്റ്, കഴിഞ്ഞ കൊല്ലം ചെയ്ത ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള സിനിമകൾ അത് ചെയ്ത്, ഇടുക്കി ഗോൾഡ്, അങ്ങനെ കുറേ ഒരു പിടി സിനിമകളുണ്ട്. അത് നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ പല രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, എന്നാൽ പോലും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ ഹുക്ക് ചെയ്യുന്ന സിനിമകളായിരുന്നു അതൊക്കെ. കമ്മിങ് ടു അഗൈൻ വേറൊരു അമേസിങ് കോമ്പസിഷൻ വാസ് അറബിക്കഥയിലെ പാട്ടുകളെല്ലാം തന്നെ. എനിക്ക് തോന്നുന്നില്ല എത്ര കാലം പോയാൽ പോലും നമ്മൾ ആ പാട്ടുകൾ മറക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്തെ പാട്ടുകളൊന്ന് 2-3 വരി ഒന്ന് മൂളാമോ? ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണത്തോണിയൂന്നുമ്പോൾ തിരപുൽകും നാടെന്നെ തിരികെ വിളിക്കുന്നു ഇളനീരിൻ മധുരക്കിനാവായി. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ഈ സോങ് കമ്പോസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചായിരുന്നോ ഇത് ഇത്രയും അക്സെപ്റ്റഡ് ആവും, ഇത് ഇത്രയധികം റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു പാട്ടാവുമെന്ന്? ഡിഡ് യു നോ? അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ഒരു ഹഞ്ച് ഉണ്ടാവുമോ ഈ പാട്ട്? ചില പാട്ടുകൾക്കുണ്ടാവും, വളരെ കുറച്ച് പാട്ടുകൾക്ക് മാത്രം. സത്യം പറഞ്ഞാൽ അറബിക്കഥയ്ക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം അറബിക്കഥയ്ക്ക് ശേഷമുള്ള പാട്ടുകൾ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഹിറ്റായെങ്കിൽ എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. അറബിക്കഥയ്ക്ക് അങ്ങനെ ഒരു വിചാരമേ ഉണ്ടായിരുന്നില്ല. അറബിക്കഥയ്ക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് എങ്ങനെ പാട്ടുണ്ടാവാം. സിനിമ ലാലുവേട്ടൻ സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത് ഇളക്കി മറിക്കുന്ന കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ കമ്പോസിങ് തുടങ്ങിയപ്പോൾ ഇതൊക്കെ പോയി. ഇത് പോയിട്ട് വരി കിട്ടിയപ്പോൾ വരി വളരെ ജെനുവിനായിട്ടുള്ള പോയട്രി ആയിരുന്നു. തിരികെ ഞാൻ വരുമെന്ന്, അത് പനച്ചൂരാന് തന്നെ ഒരു ട്യൂണുണ്ട്, അത് പുള്ളി കാസറ്റുകളിലൊക്കെ ഇറക്കിയിട്ടുള്ള അതിൻ്റെ 4 വരികളിൽ അത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ സിനിമയായിട്ട് വളരെ ജെല്ലായി കിടക്കുന്നൊരു ഇതായതുകൊണ്ട് ലാലുവേട്ടൻ പറഞ്ഞു ഇത് തന്നെ തുടർന്ന് എഴുതിയാൽ മതി, ആ 4 വരി കീപ്പ് ചെയ്തിട്ട് ബാക്കി. അപ്പോൾ അങ്ങനെ എഴുതി അത്രയും വളരെ രസകരമായിട്ടുള്ളൊരു കവിത കിട്ടിയാൽ നമ്മളെങ്ങനെ ചെയ്യും?
അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സീനാണ് മലയാള സിനിമയിൽ അഴകിയ രാവണനിൽ. എല്ലാവർക്കും അറിയാം, ഒരാള് തന്നെ അടുത്താണ് എന്ന് പറയുന്ന ഒരു സീനുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ഇറ്റ്സ് വെരി റെലവെന്റ് ആ ഒരു സീൻ. അങ്ങനെ വരാറുണ്ടോ? അത്രയും ഡിഫിക്കൽട്ട് കേസസ് വരാറുണ്ടോ വെർ യു ഡോണ്ട് ഹാവ് ദ ഫ്രീഡം ടു ഡിസൈഡ് ഇപ്പം ഞാൻ എങ്ങനെ വേണം, അതാണ് എൻ്റെ? അങ്ങനെ വളരെ കുറച്ച് ഇതുണ്ടായിട്ടുണ്ട്, അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മ്യൂസിക് കേട്ട് മാത്രം ശീലമുള്ള ഡയറക്ടറെക്കാളും മ്യൂസിക്കൽ സെൻസിബിലിറ്റി എനിക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് എനിക്കല്ലേ കൂടുതൽ അധികാരം, അത് നമുക്ക് വിട്ടുതരിക എന്നുള്ളതാണല്ലോ. അതല്ലാത്ത സ്ഥലത്ത് ചെന്ന് പെട്ടിട്ടുണ്ട്. അത് പിന്നെ ഒന്നിലേ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോരും എന്നുള്ള സംഭവങ്ങളാണ് ചെയ്യാറുള്ളത്. കമ്മിങ് ടു സം ന്യൂ ഏജ് മൂവീസ്, ഇപ്പം ഡാത്തടി ആണെങ്കിലും സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് ഒരു കുറച്ചും കൂടെ ഒരു ന്യൂ ഏജ് ഫീലുള്ള ഫിലിംസ് ആണ്. അപ്പം അങ്ങനത്തെ സോങ്സ് കമ്പോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ടോ? എന്നെ കുറിച്ചുള്ള ഒരു മുൻ വിധി എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമ അറബിക് കഥയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കുറേ ഡയറക്ടേഴ്സിനെങ്കിലും അത്തരം മറ്റ് ഒരു ജോണറിലുള്ള സിനിമകളിൽ വരുമ്പോൾ അത് ബിജി അറബിക് കഥ ഓക്കെ അതുപോലത്തെ സിനിമകളൊക്കെ എന്നുള്ളൊരു സാധനം വരുമല്ലോ. അപ്പോൾ ആഷിഖയൊക്കെ ആയിരിക്കും ആഷിഖായിരിക്കും ഡാഡിക്കു എന്നുള്ള സിനിമ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വഴിമാറ്റം എനിക്ക് തന്നത്. കറന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ലാൽ ജോസിൻ്റെ വിക്രമാദിത്യൻ ഉണ്ട്. നെല്ലിക്ക എന്ന് പറയുന്ന സിനിമ ബിജിത്ത് ബാല എന്ന് പറയുന്ന എഡിറ്ററാണ്, അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ. ജിബു ജേക്കബ് എന്ന് പറയുന്ന ക്യാമറമാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വെള്ളിമൂങ്ങ. വിഷ്ണു എന്ന് പറയുന്നൊരു ആദ്യമായിട്ട് ചെയ്യുന്ന പയ്യനാണ്, പുള്ളിയുടെ ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന സിനിമ. പിന്നെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന സിനിമ. മുന്നറിയിപ്പ് എന്ന് പറയുന്ന വേണു സാർ, ക്യാമറാമാൻ വേണുവിൻ്റെ സിനിമയാണ്. മമ്മൂക്ക അത് അങ്ങനെ ഒരുപിടി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കും. ഓൾസോ കമ്മിങ് ടു മ്യൂസിക് മോജോയിൽ ചെയ്തിരുന്ന ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ആക്ച്വലി പറഞ്ഞാൽ ബിജിപാലിൻ്റെ ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്, അങ്ങനെ ഡിറൈവ് ചെയ്തെടുത്തൊരു പേരാണ് ബിജിപാൽ ഡൗൺ ടു എർത്ത്. അല്ലല്ല, അത് ഒരു അഹങ്കാരമാവില്ല. ഡൗൺ ടു എർത്ത് ഭൂമിയിലേക്ക് എന്നുള്ളൊരു സാധനമാണ്. ആ പാട്ടുകൾ കേട്ടാൽ അറിയാൻ പറ്റും. അത് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആലോചിക്കുന്നതും ഞങ്ങൾ ഫ്രണ്ട്സ് ഞാൻ ഷെയർ ചെയ്യുന്നതൊക്കെയുള്ള കുറേ തോട്ട്സാണ് അതിൽ ഞാൻ പാട്ടുകളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്.